ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ധാരാളം ആരാധനാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപത്തായി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളെ മുഖ്യ ദേവന്മാരായി ആരാധിച്ചു പോരുന്ന മിത്രാനന്തപുരം എന്ന ക്ഷേത്ര സമുച്ചയം കാണാം. ഇവിടുത്തെ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന 1200 വർഷത്തെ പഴക്കം പറയപ്പെടുന്ന ക്ഷേത്രമാണ് കോട്ടയ്ക്കകം വില്വമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിന് സമീപത്തെ പടവുകൾ കയറിയിറങ്ങിയാൽ വില്വമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായി. പടിഞ്ഞാറേ കോട്ടയ്ക്ക് സമീപമായാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. തുളസിച്ചെടികൾ നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ ക്ഷേത്ര പരിസരം. കമ്പി അഴികളിലൂടെ കുളത്തിൻ്റെ പച്ചപ്പ്, വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ പ്രദേശത്ത് വിശാലമായൊരു കുളം. അഗസ്ത്യതീർത്ഥമെന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. ബ്രഹ്മതീർത്ഥം, വരാഹതീർത്ഥം എന്നീ പേരുകളിലും ഈ കുളം പ്രസിദ്ധമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിൻ്റെ തുടക്കത്തിനുള്ള മുളയിടൽ ചടങ്ങിനുള്ള വെള്ളവും മണ്ണും ആഘോഷപൂർവ്വം സംഭരിക്കുന്നത് ഇവിടെ നിന്നാണ്. മണ്ണുനീർ കോരൽ എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിമാർ എന്നറിയപ്പെടുന്ന ശാന്തിക്കാർ കുളിക്കുന്നത് ഇതിലാണ്. കുളത്തിലേക്കിറങ്ങാൻ പടവുകളുണ്ട്. കുളപ്പുരകളും കാണാം. നീർക്കാക്കകൾ ഉൾപ്പെടെയുള്ള ജീവവൈവിധ്യത്തിൻ്റെ കലവറയും കൂടിയാണിവിടം. ഒരു ഭാഗത്ത് രാധാമാധവ വിഗ്രഹം, സമീപത്തായി പഴയൊരു പുഷ്പാഞ്ജലി സ്വാമിയാരുടെ സമാധി. മുന്നോട്ട് പോയാൽ വട്ടശ്രീകോവിലിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപമുള്ള ഏറെ ചരിത്ര പ്രാധാന്യമുള്ള വില്വമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വർഷങ്ങളായി പൂജാവിധി കർമ്മങ്ങളില്ലാതെ ജീർണനാവസ്ഥയിലായിരുന്നു. പുഷ്പാഞ്ജലി സ്വാമി അച്യുതഭാരതിയുടെ നേതൃത്വത്തിൽ ഭക്തരുടെ ശ്രമഫലമായിട്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തി ക്ഷേത്രം പൂജാസജ്ജമായത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി വില്വമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും മഠത്തിനും ചരിത്രപരമായ അഭേദ്യമായ ബന്ധമാണുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് വില്വമംഗലം സ്വാമിയാർ ആണെന്നാണ് വിശ്വാസം. അനന്തപുരിയിൽ അനന്തശയന രൂപത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദർശനം ലഭിച്ചിട്ടുണ്ട് വില്വമംഗലം സ്വാമിയാർക്ക്. പ്രതിഷ്ഠയ്ക്കും നേതൃത്വം വഹിച്ചത് അദ്ദേഹമാണ്. പിന്നീട് ഇഷ്ടദേവനെ ഉപാസിച്ച് ഇവിടെ തന്നെ കഴിഞ്ഞുവത്രേ. അദ്ദേഹത്തിൻ്റെ സമാധിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അതിനു മുകളിലാണ് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആദി ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട തൃശ്ശൂർ നടുവിൽ മഠത്തിൻ്റെ അധ്യക്ഷനാണ് വില്വമംഗലം സ്വാമിയാരുടെ പ്രതിപുരുഷനും പുഷ്പാഞ്ജലി സ്വാമിയാരുമായി അറിയപ്പെടുന്നത്. നടുവിൽ മഠത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. മൂപ്പിൽ സ്വാമിയാർക്ക് താമസിക്കാൻ ഇരുനില കെട്ടിടം വില്വമംഗലം ക്ഷേത്രത്തോട് ചേർന്നുണ്ട്. ഇന്നിത് സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. ശ്രീ നീലകണ്ഠ ഭാരതിയാണ് ഇപ്പോഴത്തെ മഠാധിപതി. വേദശാസ്ത്ര പണ്ഡിതനും തപസ്വിയുമാണ് അദ്ദേഹം. തമിഴ്നാട്ടിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിലെ മുഞ്ചിറ മഠാധിപതിക്കും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ പദവിയുണ്ട്. 6 മാസം വീതം ഇവർ ചുമതല പങ്കിടുന്നു. അദ്ദേഹത്തിനും ഈ പരിസരത്ത് സ്ഥലം അനുവദിച്ചിട്ടുണ്ട്.